ബാസ വേഴ്സസ് വയഡോളിഡ് മാച്ച്. ആ ഒരു മത്സരത്തിൽ ബാസ 7-0 വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ റഫീനിയ ഹാട്രിക് നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെവൻഡോസ്കി 1 ഗോൾ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1 അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജൂൾസ് കുണ്ടയുടെ ഭാഗത്തുനിന്ന് ഒരു ഗോൾ വന്നു. ഡാനി ഓൾമോയുടെ ഭാഗത്തുനിന്ന് ഒരു ഗോൾ വന്നു. ഫെറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗോളും 1 അസിസ്റ്റും വന്നു. ലെമീൻ്റെ ഭാഗത്തുനിന്ന് 2 അസിസ്റ്റ് വന്നു. കുബാർസയുടെ ഭാഗത്തുനിന്ന് 1 അസിസ്റ്റ് വന്നു. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ റിസൾട്ടിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഡിഫറൻസിലാണ് ബാസ മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ടീമിനെതിരെ ഇപ്പോൾ റീസെൻ്റ്ലി റയൽ മാഡ്രിഡ് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡ് 3-0 വിൻ ചെയ്തത്. അപ്പോൾ അവരുടെ സ്ക്വാഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാസയുടെ സ്ക്വാഡ് വീക്ക് തന്നെയാണ്. പക്ഷെ എന്നിട്ടും ബാസ റയലിനെക്കാളും ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലിക്കിൻ്റെ കഴിവാണെന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ. കാരണം ഡെപ്ത് ഇല്ലാത്തൊരു സ്ക്വാഡിനെ വെച്ചിട്ടാണ് ഫ്ലിക്ക് ഈ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മൊത്തം ക്രെഡിറ്റ് ഫ്ലിക്കിന് തന്നെയാണ്. അപ്പോൾ ഫ്ലിക്ക് ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി. ബാസ എന്തായാലും ഒരു സേഫ് സോണിലേക്ക് എത്തും. എന്തായാലും ചില മാച്ചിൽ തോൽക്കേണ്ടി വരുമായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. ഈ ഒരു മൊമെൻറ്റം ഒന്ന് കണ്ടിന്യൂ ചെയ്യിപ്പിച്ചാൽ മതി, അത്രയേ വേണ്ടൂ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല സമാധാനമുണ്ട്. പണ്ടൊക്കെ ബാസ മാച്ചെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷനൊക്കെ അടിച്ച് നിൽക്കേണ്ടി വരില്ലുണ്ടായിരുന്നു. ഇപ്പം അത് അങ്ങനെ കാണുന്നില്ല. വരുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നിലവിൽ ഹാപ്പിനെസ് ഉണ്ട്, അത്ര തന്നെ. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കാണുന്നവരെ പോയി.